വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. ആത്മഹത്യാ വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. ആത്മഹത്യ ഒരു വ്യക്തിയുടെ മാത്രം ദുരന്തമല്ല. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ആത്മഹത്യ ശരാശരി 6 മുതൽ 10 വരെ ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നാണ്. ഇതിൽ മാതാപിതാക്കൾ, ഭാര്യയോ ഭർത്താവോ, മക്കൾ, സഹോദരങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ എന്നിവരടങ്ങുന്നു. ഇവരെ സൂയിസൈഡ് സർവൈവേഴ്സ് എന്നാണ് നാം പൊതുവെ പറയുന്നത്, ആത്മഹത്യയിൽ നിന്ന് അവശേഷിക്കുന്നവർ എന്ന്. അതിനാൽ ആത്മഹത്യ ഒരു പൊതുജന ആരോഗ്യ പ്രശ്നവും കൂടിയാണ്. ഇവരുടെ ദുഃഖം സാധാരണ ദുഃഖത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്. കുറ്റബോധം, ലജ്ജ, കോപം, എന്തുകൊണ്ടിത് ചെയ്തു എന്ന ആവർത്തിക്കുന്ന ചിന്തകൾ എന്നിവ ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. ഇവർക്കുണ്ടാകുന്ന കുറ്റബോധം ശക്തമായിരിക്കും. സർവൈവർ ഗിൽറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഡിപ്രഷൻ, ആകാംക്ഷാ രോഗങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ലഹരി ഉപയോഗം കൂടാതെ ആത്മഹത്യാ സാധ്യത ഇവയൊക്കെ കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സാമൂഹ്യ തലത്തിലും വലിയ വെല്ലുവിളികളുണ്ട്. ഇന്ത്യ പോലുള്ള സമൂഹങ്ങളിൽ ആത്മഹത്യയെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റിഗ്മയും തെറ്റിദ്ധാരണകളും കുടുംബ ബന്ധങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. സഹായം ലഭിക്കേണ്ട സമയത്ത് അത് കിട്ടാതെ പോകുന്നു. അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും ശക്തമാണ്. വരുമാന നഷ്ടം, ചികിത്സാ ചിലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം, ദീർഘകാല സാമ്പത്തിക അനിശ്ചിതത്വം. ഈ പ്രശ്നത്തെ നേരിടാൻ പല തലങ്ങളിലുള്ള ഇടപെടൽ ആവശ്യമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മാനസികാരോഗ്യ സേവനങ്ങൾ ഇവർക്ക് ലഭ്യമാക്കണം. കൗൺസിലിംഗ്, ആവശ്യമെങ്കിൽ മരുന്നുകൾ ഇവ വേണ്ടിവരും. അതുപോലെ തന്നെ കുടുംബവും സമൂഹവും സ്ഥാപനങ്ങളും കുറ്റപ്പെടുത്തലിന് പകരം കരുണയും പിന്തുണയും നൽകണം. ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യയിൽ നിന്ന് ശേഷിക്കുന്നവരെ സംരക്ഷിക്കുന്നത് ഒരു നല്ല ആത്മഹത്യാ പ്രതിരോധ മാർഗമാണ്. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.